ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്യുവർലി ഫോക്കസ് ചെയ്യുന്നത് CMA ഇന്ത്യ കോഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരും ആൾറെഡി കോഴ്സിലുള്ളവരും എടുക്കുന്ന ചില തീരുമാനങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ ഒരു തീരുമാനം എങ്ങനെ എടുത്താൽ നമുക്ക് നല്ലൊരു ടൈം ലാഭിക്കാം അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരിക്കലും വേസ്റ്റ് ആകില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം CMA ഇന്ത്യ എന്നൊരു കോഴ്സിൽ 3 ലെവൽസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയുണ്ട്? നമുക്ക് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫൈനൽ ഉണ്ട്. അപ്പോൾ ഞാൻ കോഴ്സിനെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇനി ഫുൾ കോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെന്ന് പറയുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇന്ററിൻ്റെ കൂടെയോ നമ്മൾ BCom അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ? ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് പിള്ളേർക്ക്. കാരണം എപ്പോഴും നമുക്കറിയാം ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയ ഒരു എക്സാമിനേഷൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ സാർ എൻ്റെ കൂടെയുള്ളവരെല്ലാം എന്താണ് ഒരു ഡിഗ്രി കോഴ്സ് എടുത്തിട്ട് ഇപ്പം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഒന്നുമില്ലെങ്കിൽ അവസാനം ഒരു ഡിഗ്രി എടുത്തു എന്നെങ്കിലും പറയാലോ, ഒരു ബാക്കപ്പ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കുക, ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻ ചിന്തിക്കുമ്പോൾ പ്ലാൻ B നമുക്ക് വേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു സേഫ്റ്റി സൈഡും കൂടെ നോക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. ഓക്കെ, രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിന്താകുറിച്ച് നോക്കുമ്പോൾ ഒരു 70% ആൾക്കാർക്കും ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതില്ലെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പോകുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് പോകുന്നതിൽ ഞാൻ ഒരു രീതിയിലുള്ള പ്രശ്നവും പറയുന്നില്ല. അപ്പോൾ ആദ്യം നമുക്കറിയാം ഫൗണ്ടേഷൻ ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ CAT ഉണ്ട്. ഈ പലരും ഡയറക്റ്റ് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല. ആൾറെഡി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഫൗണ്ടേഷൻ എഴുതിയിട്ട് ഡിഗ്രി ഇല്ലാതെ, അതായത് +2 നിന്ന് നേരിട്ട് വരുന്ന കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫൗണ്ടേഷൻ CAT എക്സാമിനേഷൻ നിങ്ങളുടെ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ ഫൗണ്ടേഷനോ CAT എടുക്കുന്നോ ഇത് നമ്മൾ പല വ്യത്യാസവും ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിൻ്റെ ഒരാളുടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ CAT ഇപ്പം എക്സാമിനേഷൻ നമ്മുടെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ഇപ്പോൾ ജനുവരിയിൽ നമ്മുടെ റിസൾട്ട് വന്നു. ജനുവരി 2025 നമ്മളുടെ റിസൾട്ട് വന്നു. അപ്പോൾ ഇനി എന്താണ് അടുത്ത ചോദ്യം? ഒരു സംശയമില്ല സാർ, ഞാനിപ്പോൾ ഇന്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഇവിടെ ഞാൻ ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഡിഗ്രി എടുക്കണോ? ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഇതിലെ ഡിഗ്രിയാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. 2 അല്ല 3 രീതിയിലുണ്ട്. ഒന്ന് ഫുൾ റെഗുലർ, ഓക്കെ. രണ്ടാമത്തത് ഈവനിങ്. ഇത് പല സ്ഥലത്തൊന്നും അവൈലബിൾ അല്ല. മൂന്നാമത്താണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത്, നമ്മൾ ഇഗ്നോയിലൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇഗ്നോ ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 3 എടുക്കാം. ഈ 3 എടുക്കുന്നതിൽ ഇതൊരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. കാരണം CMA എന്ന് പറയുന്നത് ഡിഗ്രിയുടെ 10 ഇരട്ടി ഡിഫിക്കൽട്ട് ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രീനെ പ്രൈമറി ആയിട്ട് വെച്ചിട്ട് നമ്മൾ BComനെ ഡിഗ്രീനെ പ്രൈമറി ആയിട്ട് വെച്ചിട്ട് നമ്മൾ CMAനെ സെക്കൻഡറി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം നല്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമുക്കിത് പാസ്സാകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളുടെ പ്രൊഫഷണൽ കോഴ്സ് തന്നെ ആയിരിക്കണം നമുക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് പോകാം? ഒന്നെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ ഇത് എടുക്കാം. മെജോറിറ്റി ആൾക്കാർ ഇതാണ് എടുക്കുന്നത്. കാരണം ഈവനിങ് കോളേജ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല എറണാകുളം അല്ലെങ്കിൽ വേറെ പല ജില്ലകൾ, അതായത് കുറച്ചും കൂടെ സിറ്റി ഏരിയകളിൽ മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ CAT എഴുതി. CAT അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, CAT കുറച്ച് എളുപ്പമാണ്. ഈ പ്രാവശ്യം മാത്രം കുറച്ച് ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ CAT നമ്മുടെ എക്സാമിനേഷൻ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതി വന്നു കഴിയുമ്പോൾ പറയുമ്പം ശരിയാണ്, ഒരു ലെവൽ നമ്മുടെ കംപ്ലീറ്റ് ആക്കി. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഗിവ് അപ്പ് കിട്ടാൻ പറ്റുന്ന ഒരു ചാൻസസ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ CMA ഇന്റർ എഴുതി നമുക്ക് കിട്ടിയില്ല, രണ്ടാമത് നമ്മൾ എഴുതി, എന്നാൽ പിന്നെ വിട്ടേക്കാം. കാരണം ആ ഒരു തിങ്കിങ് ഉള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ, എൻ്റെ ഒരു പ്യുവർ സജഷൻ ആണ്, ഞാൻ പല കുട്ടികളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇന്റർ നമുക്കറിയാം 2 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 1, 2. ഇതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഒരുമിച്ച് എഴുതാൻ പറ്റിയ അത്രയും നല്ലത്. ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ലോയുടെ എക്സാംഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ 4 പേപ്പേഴ്സും എഴുതേണ്ടി വരും. ഫസ്റ്റ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് പാസ് എന്ന് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഗ്രി ഡിസ്റ്റൻസിന് രജിസ്റ്റർ ചെയ്യുക. എന്തുകൊണ്ടാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് CAT കഴിഞ്ഞ ഉടനെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട എന്ന് പറയാൻ കാരണം,
ഡിസ്റ്റൻസ് ആണെങ്കിലും പലരും ഇപ്പോൾ ഡിസ്റ്റൻസിനേക്കാളും വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ട്. ഒരു ഡിഗ്രി എന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളത് ഈവനിങ് എടുത്താലും എന്തെടുത്താലും ഒരു ഗ്രൂപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ അതുകൊണ്ട് ഇനി അത് ഡ്രോപ്പ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിഗ്രിക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. നമുക്ക് എത്ര വർഷം, നമുക്കൊരു 3 വർഷം തന്നെ പിടിക്കാം. ഓക്കെ, 3-4 വർഷം, ഞാൻ 3 ഇയേഴ്സ് തന്നെ പിടിക്കുന്നു. ഓക്കെ, 3 ഇയേഴ്സ് നമുക്ക് ഇനി എന്താ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? നമുക്ക് ഇനി ട്രെയിനിങ് ഉണ്ട്, പ്ലസ് നമുക്ക് ഇന്ററിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈനലിൻ്റെ 2 ഗ്രൂപ്പുണ്ട്. 3 ഗ്രൂപ്പുണ്ട്. നമുക്ക് എത്ര വർഷമുണ്ട്? 3 വർഷമുണ്ട്. എത്ര അറ്റംപ്റ്റ് കിട്ടും? നമുക്ക് 6 അറ്റംപ്റ്റ് കിട്ടും. സോറി, 3 വർഷം 6 അറ്റംപ്റ്റ് നമുക്ക് കിട്ടും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായാലും നമുക്ക് ഒരു 5 അറ്റംപ്റ്റ് നമുക്ക് കിട്ടുമെന്ന് വെച്ചു. 5 അറ്റംപ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ 5 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 2 കാര്യം ഉണ്ടാകും. ഒന്നെന്താണ്? CMA ഉണ്ടാകും, അതേപോലെ തന്നെ ഡിഗ്രി ഉണ്ടാകും. പക്ഷെ നമുക്ക് ഡിഗ്രി പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനിലും കാട്ടും ഇല്ലാതെ ഇന്ററിലേക്ക് ഡയറക്റ്റ് എൻട്രി. നിങ്ങൾ ഈ ഫൗണ്ടേഷനെ പേടിച്ചിട്ട് 3 വർഷം ഡിഗ്രിക്ക് പോയിട്ട് അത്രയും ഫീസും കൊടുത്ത് ഇവിടെ വന്ന് ഇനി ഒന്നേന്ന് തുടങ്ങണം. ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എന്തായി? ഡിഗ്രിയോ ആയി, നിങ്ങളുടെ CMA കിട്ടി. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ്, ഇതിപ്പോൾ ഒരു വർഷം നിങ്ങളുടെ CM ഇന്റർ ഒരു കാര്യം ഓർത്തൊക്കെ, CM ഇന്റർ എഴുതി ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി കിട്ടിയില്ല, രണ്ടാമത് എഴുതി കിട്ടിയില്ല, നിങ്ങൾക്ക് വിട്ട് കളയാം എന്ന് തോന്നുന്നോടും വരെ എഴുതിക്കൊണ്ടിരിക്കുക. അതായത് 1 എഴുതി കിട്ടിയില്ല, കുഴപ്പമില്ല, രണ്ടാമത് എഴുതി, അപ്പോൾ ഒരു ഗ്രൂപ്പ് കിട്ടിയില്ല, അന്ന് അപ്പത്തിന് ഡിഗ്രി. അതല്ല, ആ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് നമ്മൾ ക്യാറ്റ് കഴിഞ്ഞ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഡിഗ്രിയിലേക്ക് പോക്കോ. ആ ഒരു ചാൻസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ 3 വർഷം ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പല സ്റ്റുഡൻസും എന്താണ് നമ്മൾ പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കാറ്റഗറിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് മലയാളത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരുപാട് വീഡിയോകൾ വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഉറപ്പായിട്ട് എന്താണ്, നമുക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി CMA ഇന്ററിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ചെറിയൊരു വിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് എന്താണ് നമ്മൾ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ എന്താണ് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.